തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. മോദിക്ക് കുർത്തകൾ നൽകാം, എന്നാൽ ഒറ്റ വോട്ടും നൽകില്ലെന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. എല്ലാ വർഷവും മമതാ ബാനർജി തനിക്ക് ഒന്നോ രണ്ടോ കുർത്തകൾ സമ്മാനമായി നൽകാറുണ്ടെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനക്കാണ് മമതയുടെ മറുപടി. ദീദിയും മോദിയും ധാരണയിൽ പോവുകയാണെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ വിമർശനത്തിന്റെ മുനയൊടിക്കുന്നതാണ് മമതയുടെ മറുപടി. അക്ഷയ് കുമാറുമായുള്ള സംഭാഷണ പരിപാടിക്കിടെയാണ് മോദി ദീദി ധാരണയെന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചത്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന തനിക്ക് ബംഗാളി പലഹാരങ്ങൾ തന്നു എന്നറിഞ്ഞപ്പോൾ മുതൽ മമത തനിക്ക് മധുര പലഹാരങ്ങൾ തരാൻ തുടങ്ങിയെന്നായിരുന്നു മോദി പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കാലത്ത് താൻ ഇത് പറയാൻ പാടില്ലെന്ന് തട്ടിവിട്ടുകൊണ്ടാണ് മമത സ്വന്തം ഇഷ്ടപ്രകാരം എടുത്ത കുർത്തകൾ തനിക്ക് സമ്മാനമായി അയച്ചു തരാറുണ്ടെന്ന് മോദി പറഞ്ഞത്. മോദിയുടെ പേര് പരാമർശിക്കാതെ കുറിക്കുകൊള്ളുന്ന മറുപടിയാണ് മമതാ ബാനർജി നൽകിയിരിക്കുന്നത്. അതിഥികളെ രസഗുളയും സമ്മാനങ്ങളും നൽകി സ്വീകരിക്കുന്നതാണ് തങ്ങളുടെ രീതി. അത് ബംഗാളിൻ്റെ സംസ്കാരമാണ്. എന്നാൽ ഒരൊറ്റ വോട്ട് പോലും BJPക്ക് നൽകില്ലെന്നാണ് മമത പറഞ്ഞത്. സ്വീകരണങ്ങളും സമ്മാനങ്ങളും വോട്ടായി മാറുമെന്ന് ആരും സ്വപ്നം കാണേണ്ടെന്നും മമത കൂട്ടിച്ചേർത്തു. മോദിക്ക് മാത്രമല്ല മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്കും ദീദി സമ്മാനങ്ങൾ അയക്കാറുണ്ടെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാക്കളും പ്രതികരിച്ചിട്ടുണ്ട്. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിക്കും സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട മാങ്ങ, മധുര പലഹാരങ്ങൾ എന്നിവ എല്ലാ വർഷവും അയക്കാറുണ്ട്. അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്താൻ പോകുമ്പോഴും എന്തെങ്കിലും സമ്മാനങ്ങൾ കൊണ്ടുപോകും. രാംനാഥ് കോവിന്ദിനും സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്. അടൽ ബിഹാരി വാജ്പേയിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ബംഗാളി പലഹാരമായ മാൽപൂവ മമതാ ബാനർജി കൊടുത്തയക്കുമായിരുന്നു. മോദിക്കും അതുതന്നെയാണ് നൽകിയതെന്നും സൗഹൃദങ്ങളെ രാഷ്ട്രീയവൽക്കരിച്ച് വോട്ടർമാരെ ആശയക്കുഴപ്പത്തിലാക്കാനുള്ള മോദിയുടെ മനഃപൂർവ്വ ശ്രമമാണിതെന്നുമാണ് നേതാക്കൾ കുറ്റപ്പെടുത്തിയിട്ടുള്ളത്. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.